അതിലിപ്പോൾ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇറാന് മാത്രമാണ്. കാരണം ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സികളിൽ ഒന്നാണ് ഹൂത്തികൾ. അവരാണ് ഇപ്പം നിലവിൽ ഇറാന്റെ പേര് പറയുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ബാക്കിയുള്ള ഇറാന്റെ പ്രോക്സികളെല്ലാം തന്നെ തലയും കുത്തി വീണ് കഴിഞ്ഞതാണ്. അപ്പോൾ അതൊരു സൈഡിലിരിക്കെ തന്നെ ഈ ബൈത്ത് ഖാനൂന്റെ ഭാഗത്താണ് ശരിക്കും അവിടെ 5 IDF ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയത്. അപ്പോൾ അവിടെ ഹമാസിന്റെ തീവ്രവാദികൾ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആണ്, വളരെ വ്യക്തമാണ്. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ഈ വെടിമരുന്നുകൾ കുത്തി നിറയ്ക്കാനും ഇതേപോലെ ഹെവി ആയിട്ട് ടാങ്കുകൾ വരെ അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള ബോംബുകൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ആ ഭാഗത്ത് നല്ല രീതിയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയതിനെ തുടർന്ന് ബെയ്ത്ത് ഖാനൂന്റെ 2-3 ഫൂട്ടേജസ് ഞാൻ ഇവിടെ വെക്കാം. ബെയ്ത്ത് ഖാനൂൻ ഇനി ഇല്ല. കാരണം ബെയ്ത്ത് ഖാനൂന്റെ അകത്തുള്ള കിലോമീറ്റർ കണക്കിലുള്ള തുരങ്കങ്ങൾ കംപ്ലീറ്റ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ചെയിൻ ഓഫ് പൊട്ടിത്തെറികൾ, അതായത് തുടരെ പൊട്ടുകയാണ്. ഈ ഒരു ടണലിന്റെ ഉള്ളിൽ ഇനി എത്ര പേർ ഉണ്ടായിരുന്നു, ഏത് രീതിയിലാണ് ആക്രമണം നടന്നത്, ഇനി ആ ടണലിന്റെ ഉള്ളിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ളതൊക്കെ ഡൗട്ട്ഫുൾ ആണ്. ആ രീതിയിലുള്ള ആക്രമണങ്ങളാണ്. അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഗാസയ്ക്കുള്ളിൽ ഈ ബെയ്ത്ത് ഖാനൂനിൽ നടക്കുന്ന ആക്രമണങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. ആ രീതിയിലായിരുന്നു അറ്റാക്ക്. അത്ര വിസിബിൾ ആയിരുന്നു. പകൽ നേരത്തായിരുന്നു അറ്റാക്ക് നടത്തിയത്. വിസിബിൾ ആയിട്ട് നടത്തിയ ഒരു അറ്റാക്കാണ്, മാസീവ് ആയിട്ടുള്ള അറ്റാക്കാണ്. ഇങ്ങനെ ഇതൊക്കെ